എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനൽ ഷീബാസ് രുചിയിടത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 101 കറികൾക്ക് സമാനമായൊരു കറിയാണ് തയ്യാറാക്കുന്നത്. ഇഞ്ചി വെച്ചുള്ള പുളിയിഞ്ചിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഇഞ്ചി വെച്ച് നമ്മൾ ഇഞ്ചിക്കറിയും പുളി ഇഞ്ചിയും തയ്യാറാക്കാറുണ്ട്. ഇഞ്ചിക്കറി ആണെങ്കിൽ തേങ്ങയൊക്കെ വറുത്തരച്ചാണ് വയ്ക്കുന്നത്. അതേസമയം പുളിയിഞ്ചി ആണെങ്കിൽ തേങ്ങ വറുത്തരയ്ക്കില്ല. ശർക്കരയും അതുപോലെ വാളൻപുളിയും ഒക്കെ ധാരാളം ഉപയോഗിച്ചാണ് ഈ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ 101 കറികൾക്ക് തുല്യമാണ് ഈ ഒരു ഇഞ്ചിക്കറി എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ സ്വാദിഷ്ടമായ കറി തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ പുളിയിഞ്ചി തയ്യാറാക്കാം. ഇഞ്ചി വെച്ച് നമുക്ക് പുളിയിഞ്ചിയും ഇഞ്ചിക്കറിയും തയ്യാറാക്കാൻ പറ്റും. ഞാനിന്ന് പുളിയിഞ്ചിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ 1/4 കിലോ ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലവണ്ണം ഒന്ന് കഴുകിയതിന് ശേഷം അതിൻ്റെ തൊലിയെല്ലാം നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഇങ്ങനെ തൊലി മാറ്റിയതിന് ശേഷം അത് വെള്ളത്തിലിട്ട് നല്ലവണ്ണം കഴുകിയെടുക്കണം. മൂന്നാല് പ്രാവശ്യം ഇത് നല്ലവണ്ണം കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് കൊത്തി നുറുക്കിയെടുക്കണം. പുളിയിഞ്ചി വയ്ക്കുമ്പോൾ എപ്പോഴും ഇഞ്ചി കൊത്തി നുറുക്കിയാണ് എടുക്കുന്നത്. ഇഞ്ചിക്കറി ആണെങ്കിൽ നമ്മൾ ഗ്രേറ്ററിൽ വെച്ച് ഉരച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്, അല്ലെങ്കിൽ കല്ലിൽ വെച്ച് ചതച്ചുമൊക്കെ എടുക്കാം. പുളിയിഞ്ചിക്ക് എപ്പോഴും കൊത്തി നുറുക്കിയാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ എളുപ്പത്തിന് ഒരു ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്ത ഇഞ്ചി നമ്മൾ കുറച്ച് നല്ല വെള്ളത്തിലിട്ട് ഒരു അരമണിക്കൂർ വയ്ക്കണം. ഇഞ്ചിയുടെ കാരം പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. ഈ വെള്ളം കളയാൻ പാടില്ല. ഇത് നമ്മൾ ഇഞ്ചി പിഴിഞ്ഞ് എടുത്തതിന് ശേഷം കറിയിൽ വീണ്ടും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല വെള്ളം വേണം ഒഴിച്ചിടാനായിട്ട്. എത്ര കൂടുതൽ സമയം ഇട്ട് വെച്ചാലും കുഴപ്പമില്ല. ഇനി നമ്മളിത് നല്ലവണ്ണം പിഴിഞ്ഞെടുക്കണം. ഒരു അരിപ്പയിലൂടെ എടുക്കുകയാണെങ്കിൽ ഒട്ടും ഇഞ്ചി പോകാതെ നമുക്ക് എടുക്കാൻ പറ്റും. എന്നിട്ട് ഈ വെള്ളം നമ്മൾ മാറ്റി വയ്ക്കണം. അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം ഇഞ്ചി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പുളിയിഞ്ചിയിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള വാളൻപുളി നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെക്കണം. നല്ലവണ്ണം ചൂടുവെള്ളത്തിലിട്ട് വെച്ചാലേ അതിൻ്റെ ശരിക്കും പുളി ഇറങ്ങുള്ളൂ. നമ്മൾ കയ്യിൽ വെച്ച് നല്ലവണ്ണം ഊറ്റിയെടുത്ത് ആണ് നാരങ്ങ വലിപ്പത്തിലാക്കേണ്ടത്. അങ്ങനെ ഒരു 1.5 നാരങ്ങ വലിപ്പമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. പുളി കൂടുതൽ വേണ്ടവർക്ക് 2 നാരങ്ങ വലിപ്പം എടുക്കാം. പിന്നെ ശർക്കര ഞാൻ 150 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് വെള്ളമൊഴിച്ചൊന്ന് പാനിയാക്കി എടുക്കണം. പുളിവെള്ളവും ശർക്കര വെള്ളവും അതുപോലെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഇഞ്ചി പിഴിഞ്ഞ വെള്ളവും എല്ലാം കൂടി ഒരു 500 ml ആകാം. അത്രയുമാണ് ടോട്ടൽ വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ 3നും വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് നമുക്ക് ഇഞ്ചി വറുത്തെടുക്കാം. ഞാൻ ആദ്യം തന്നെ ചീനിച്ചട്ടി ചൂടായതിന് ശേഷം ഇഞ്ചി ഡയറക്റ്റ് അതിലേക്ക് ഇടുവാണ്. ഈ ചീനിച്ചട്ടിയുടെ ചൂട് കൊണ്ട് നമ്മുടെ ഇഞ്ചിയിലെ മോയ്സ്ചർ കണ്ടന്റ് എല്ലാം നല്ലവണ്ണം ഒന്ന് മറ്റും. അതിന് ശേഷമാണ് ഞാൻ എണ്ണ ഒഴിക്കുന്നത്. ഇതിനിപ്പോൾ പശയൊന്നും ഉണ്ടാവില്ല ഈ ഇഞ്ചിക്ക്. ഇതുപോലെ നമ്മൾ കാരമൊക്കെ നീക്കിയെടുത്തത് കൊണ്ട്. ഇപ്പോൾ മോയ്സ്ചർ കണ്ടന്റ് എല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചി നല്ലവണ്ണം മൊരിഞ്ഞ് ലൈറ്റ് ബ്രൗൺ കളറായിട്ട് ക്രിസ്പി ആയി കിട്ടും. അതുവരെ നമുക്കിത് വറുത്തെടുക്കണം. ഇപ്പോൾ ഏകദേശം ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് രണ്ടും കൂടി ആകുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇപ്പം നമ്മുടെ ഇഞ്ചി ഫ്രൈ ആയിട്ടുണ്ട്.
നമുക്കൊരു ചീനച്ചട്ടി വെച്ചിട്ട് പുളിയിഞ്ചി തയ്യാറാക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടുമ്പോൾ ഒരു 4 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതിട്ട് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് മൂക്കുമ്പോൾ അതിലേക്ക് ഒരു 3 ഉള്ളി അരിഞ്ഞതും കുറച്ച് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ സിമ്മിലാക്കുകയോ ചെയ്തതിന് ശേഷം പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, ഇത്രയും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അതിനുശേഷം നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി നീരൊഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഒഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ കാരം പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് കാരം. ഇത് നമ്മൾ യൂസ് ചെയ്യില്ല. ഇതെപ്പോഴും നമ്മൾ നീക്കം ചെയ്യണം. എന്നാലാണ് ഇഞ്ചിക്കറിക്ക് സ്വാദ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ കയ്പുണ്ടാവില്ല, പശയുണ്ടാവില്ല, കാരം ചുവയും ഉണ്ടാവില്ല. ഇനി നമുക്ക് ഈ വെള്ളം നല്ലവണ്ണം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെച്ച പുളി അരിച്ച് ഇതിനകത്തേക്ക് ഒഴിക്കാം. അതുപോലെ തന്നെ ശർക്കര പാനിയാക്കിയതും ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി നല്ലവണ്ണം തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് നല്ലവണ്ണം തിളപ്പിക്കണം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെക്കണം. അങ്ങനെ വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. ഒരു 10 മിനിറ്റ് ഇതുപോലെ തിളച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു പരുവത്തിനായി കിട്ടി. നല്ലവണ്ണം കുറുകിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പും പുളിയും എരിവും എല്ലാം ഒന്ന് നോക്കണം. ഉപ്പൊക്കെ പോരെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം പാകത്തിനുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് ഉലുവാപ്പൊടി ഒന്ന് തൂക്കി കൊടുക്കാം. അപ്പോൾ നല്ല കുറുകി നല്ല ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിരിക്കും തോറും ഇനിയും കുറുകും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള പുളിയിഞ്ചി തയ്യാറായിട്ടുണ്ട്. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.